നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുപിടിക്കും എന്നിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതൊന്ന് കാണണ്ടേ? ಅಣ್ಣ ಅಣ್ಣ ಅಯ್ಯಮ್ಮ ಪ್ಯಾಂಟ್ ಹಾಕೋರಾ ಹಾಕವ್ರೆ ಗೊತ್ತೇ ಆಗಲ್ಲ ಅಣ್ಣ. ಇವಾಗೆಲ್ಲ ಸ್ಕಿನ್ ಟೋನ್ ಕಲರ್ ನೋಡ್ ಪ್ಯಾಂಟ್ ತಗೊಂಡ್ಬರ್ತಾರೆ. ಹೌದಾ? ഇത് കണ്ടില്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു പാഷന്. കഴിഞ്ഞ ദിവസം ഉദ്ഘാടന ചടങ്ങി വന്നിട്ട് ഒരുത്തി കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ കാണാൻ പറ്റാണ്ട് ഇങ്ങനെ പൊക്കി പൊക്കി കാണിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ നേരത്തെ എല്ലാവരും കമന്റ് ഇടുന്ന എന്താ, നിനക്കെന്താ നിനക്കെന്താ നിനക്കെന്താ? എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ തോന്നും, ഞാൻ പറയും. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, കാരണം ഇത് എന്റെ ചാനലാണ്, എന്റെ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോകാം. ഇത് മനസ്സിലാകുന്നവരുണ്ടല്ലോ അവര് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാകേണ്ടവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വേറൊരുത്തി ഇവിടെ റിബണൊക്കെ ഉള്ള ഒരു ഉടുപ്പിട്ടണം വന്നിട്ട് ആ റിബണൊക്കെ ഒരു വേണ്ടിയിട്ട് ഇതിങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നു. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, മഴക്കാലമൊക്കെ അല്ലേ, ചിലപ്പോൾ ഷഡ്ഡിയൊക്കെ കഴുകി ഉണക്കാനിട്ടതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നത്. ഇന്നത്തെ കാലം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? പിടിച്ചു കെട്ടി ഇറുകി അതും ഇതൊക്കെ കാണിച്ച് ഇങ്ങനെ വന്നിട്ട് അല്ലേ, ഇവരുടെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ. ഇനി ഇതൊക്കെ കാണിച്ചാലേ വൈറലാകത്തുള്ളൂ എന്നുള്ള ഒരു വിചാരമാണ്. ഇത് ഒരാൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ അങ്ങോട്ട് റീച്ച് ആയി കഴിഞ്ഞാൽ അതിന്റെ പുറകെ വരുന്നവരെല്ലാവരും ഇതേ കണക്ക് തന്നെ കാണിക്കും. കഴിഞ്ഞ ദിവസം വേറൊരുത്തിയുടെ വീഡിയോ ഉണ്ട്, അവളത് ഇങ്ങനെ വണ്ടിക്കകത്ത് പോയിട്ട് ഇങ്ങനെ പോകണം. അല്ലെങ്കിൽ അവൾക്ക് ആദ്യം തന്നെ ഉടുപ്പ് നേരിട്ടിട്ട് വീഡിയോ എടുത്താൽ പോരെ. ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈകൊത്തി കാണിക്കുന്ന, എന്നാലേ എല്ലാവരും ശ്രദ്ധിക്കത്തുള്ളൂ. ഇതിന്റെയൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇനി പറയും എന്നെ ഉദ്ദേശിച്ചാണ് അവരെ വിറ്റാണ് നീ തിന്നുന്നത്, ഇങ്ങനെയൊക്കെ പറയാൻ വേറെ പറയണം. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ മനസ്സിൽ ഉള്ളയാട്ടെ, ഉള്ളത് കണ്ട് അങ്ങോട്ട് രസിക്കാം. ഇതാണ് പലരുടെയും മനസ്സിൽ. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ചിലവരുടെ കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം രേണുവിടെ ഒരു വീഡിയോ ഇട്ടപ്പോ എന്റെ പൊന്നോ എന്നെ തേറിയെന്ന് പറയാൻ എന്ത് തേറി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്റെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ ഇനി വൃത്തികേടാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പറയും. എനിക്കാരെയും നോക്കേണ്ട കാര്യമില്ല, ഇത് എന്റെ ചാനലാണ്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും. എന്റെ വായടപ്പിക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു.